Hi students, welcome to a new class. Today we are going to discuss about trade barriers and its classification, such as tariff and non-tariff barriers. Trade barriers are mainly related with the international business. Trade barriers are restrictions imposed on the movement of goods between countries. രാജ്യങ്ങൾക്കിടയിൽ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഇമ്പോസ് ചെയ്യുന്ന ചുമത്തപ്പെടുന്ന റെസ്ട്രിക്ഷൻസ് ആണ് ട്രേഡ് ബാരിയേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി അറ്റ് ദാറ്റ് ടൈം ദി ട്രേഡ് ബാരിയേഴ്സ് ആർ ഇമ്പോസ്ഡ്. The major purpose of trade barriers is to promote domestic goods than exported goods or imported goods and thereby safeguard the domestic industry. ഒരു രാജ്യത്തെ പ്രാദേശിക വ്യവസായങ്ങളെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഫോർ പ്രൊമോട്ടിംഗ് ദി ഡൊമസ്റ്റിക് ഗുഡ്സ്, ഒരു രാജ്യത്ത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അതർ ദാൻ എക്സ്പോർട്ടഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഗുഡ്സ്, നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളെക്കാളും എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് പ്രാധാന്യം നമ്മുടെ നാട്ടിലുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ബാരിയേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. Trade barriers are measures that governments or public authority introduce to make import of goods and service less competitive than locally produced goods and services. ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് ലെസ് കോമ്പറ്റീറ്റീവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആണ് ട്രേഡ് ബാരിയേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. Not everything that prevents or restricts trade can be characterized as trade barrier. ഒരു വ്യാപാരത്തെ തടയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല? ട്രേഡ് ബാരിയറിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല. ഓക്കെ. എ ബാരിയർ ക്യാൻ ഓൾസോ ബി ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് നാച്ചർ. ഫോർ എക്സാമ്പിൾ, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് എ ട്രാൻസാക്ഷൻ. ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് നാച്ചറിലുള്ള, അതായത് എങ്ങനെയാണത്, റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ഒരു ബാരിയറിൽ. ഓക്കെ. സോ ട്രേഡ് ബാരിയേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. ട്രേഡ് ബാരിയേഴ്സ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 categories, that is tariff barriers and non-tariff barriers. The barriers are government imposed restrictions on international trade. The trade barriers, sometimes known as import restraints. The barriers in 2 forms, tariff and non-tariff barriers. So first of all, tariff barriers. A tariff is a tax or duty imposed on imports or export. കയറ്റുമതിയോ ഇറക്കുമതിയോ ആയി ബന്ധപ്പെട്ട് ചുമത്തുന്ന ടാക്സാണ് ഇത് താരിഫ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്മോൾ സ്പാനിഷ് ടൗൺ ആയിട്ടുള്ള തരീഫ എന്ന വാക്കിൽ നിന്നാണ് താരിഫ് എന്ന വാക്ക് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാർബർ വാരിയർ ആയിട്ടുള്ള തരിഫ് ഇബിൻ മാലിക്കിൻ്റെ പേരിൽ നിന്നാണ് വന്നെന്ന ഒരാശയവും പറയപ്പെടുന്നുണ്ട്. താരിഫ് ബാരിയേഴ്സ് ആർ ദി ടാക്സ് ബാരിയേഴ്സ് ഓർ ദ മോണിറ്ററി ബാരിയേഴ്സ് ഇമ്പോസ്ഡ് ഓൺ ഇൻ്റർനാഷണലി ട്രേഡഡ് ഗുഡ്സ് വെൻ ദേ ക്രോസ് ദി നാഷണൽ ബോർഡേഴ്സ്. ട്രേഡ് ബാരിയേഴ്സ് ആർ ദി ടാക്സ് ബാരിയേഴ്സ്, ഇത് ടാക്സ് ബാരിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർ മോണിറ്ററി ബാരിയേഴ്സ്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്താണ്, പണപരമായിട്ടുള്ള ബാരിയേഴ്സാണ്. ഇമ്പോസ്ഡ് ഓൺ ഇൻ്റർനാഷണലി ട്രേഡഡ് ഗുഡ്സ്, ഇത് എന്തിൻ്റെ മുകളിലാണ് ചുമത്തുന്നത്? ഇൻ്റർനാഷണലി, അന്താരാഷ്ട്ര തലത്തിൽ 2 രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന വ്യാപാരത്തിലാണ് താരിഫ് ബാരിയേഴ്സ് ചുമത്തപ്പെടുന്നത്. ടൈപ്സ് ഓഫ് താരിഫ് ബാരിയേഴ്സ് അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ടൈപ്സ് ഓഫ് താരിഫ് ബാരിയേഴ്സ് ഓർ മേജർ താരിഫ് ബാരിയേഴ്സ്. ഒന്നാമത്തേതാണ് സ്പെസിഫിക് ഡ്യൂട്ടി. സ്പെസിഫിക് ഡ്യൂട്ടി ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ്സ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഭൗതിക സവിശേഷതകൾക്കനുസരിച്ചു കൊണ്ടാണ് സ്പെസിഫിക് ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത്. വെൻ എ ഫിക്സഡ് സം ഓഫ് മണി കീപ്പിംഗ് ഇൻ വ്യൂ വിത്ത്
ദ വെയ്റ്റ് ഓർ മെഷർമെൻറ്റ് ഓഫ് എ കമോഡിറ്റി ഈസ് ലീവ്ഡ് ആസ് താരിഫ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വെയ്റ്റിനോ അളവിനോ അനുസരിച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുന്നു, താരിഫായിട്ട് ലെവി ചെയ്യുകയാണെങ്കിൽ, ഈടാക്കുകയാണെങ്കിൽ അതാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, imposing $15 on an imported shoe. Okay. For example, fixed sum of import duty may be levied on the import of every barrel of oil irrespective of the quality and value. ഒരു ബാരൽ ഓഫ് ഓയിൽ അതിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മൂല്യമോ പരിഗണിക്കാതെ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് സം ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്യുന്നു, ആ ബാരലിൻ്റെ മുകളിൽ ലിവി ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിന് എക്സാമ്പിളാണ്. ദെൻ സെക്കൻഡ് വൺ, അഡ് വലോറം താരിഫ്. ദ ലാറ്റിൻ ഫ്രേസ് അഡ് വലോറം മീൻസ് അക്കോർഡിംഗ് ടു ദി വാല്യൂ. മൂല്യത്തിനനുസരിച്ച് എന്നുള്ള അർത്ഥമാണ് അഡ് വലോറം എന്ന വാക്കിനുള്ളത്. ഒരു ലാറ്റിൻ ഫ്രേസാണ്. ദിസ് ടാക്സ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ വാല്യൂ ഓർ ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിലയുടെ അടിസ്ഥാനത്തിലോ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ടാക്സ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളാണ്. ഫോർ എക്സാമ്പിൾ, ഇമ്പോസിങ് ടാക്സ് ഓഫ് $5 ഫോർ എ $50 ഷൂ ആൻഡ് $10 ഫോർ എ $100 ഷൂ. ദെൻ തേർഡ് വൺ, കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് അഡ് വലോറം ഡ്യൂട്ടി ഓൺ എ സിംഗിൾ പ്രൊഡക്റ്റ്. ഒരു സിംഗിൾ പ്രൊഡക്റ്റിൽ, ഒരൊറ്റ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ഡ്യൂട്ടിയും അഡ് വലോറം ഡ്യൂട്ടിയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഈ പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ദർ ക്യാൻ ബി എ കമ്പൈൻഡ് ഡ്യൂട്ടി വെൻ 10% ഓഫ് ദി വാല്യൂ ആൻഡ് $1 ഓൺ എവറി മീറ്റർ ഓഫ് ക്ലോത്ത് ഈസ് ചാർജ്ഡ് ആസ് എ ഡ്യൂട്ടി. ഇൻ ദിസ് കേസ് ബോത്ത് ഡ്യൂട്ടീസ് ആർ ചാർജ്ഡ് ടുഗെദർ. Then sliding scale duty. The import duties which vary with the price of the commodity. ഉൽപ്പന്നത്തിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കുമതി ചുങ്കത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ അതാണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്നറിയപ്പെടുന്നത്. ദിസ് ഡ്യൂട്ടീസ് ആർ മെയിൻലി റിലേറ്റഡ് വിത്ത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിലാണ് പ്രധാനമായിട്ടും വരുന്നത്. സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടിയെ സീസണൽ ഡ്യൂട്ടി എന്നും വിളിക്കാറുണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ നാച്ചുറൽ ഫാക്ടർ അതുപോലുള്ള ഫാക്ടർ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഉൽപ്പന്നത്തിൻ്റെ വിലയിലൊക്കെ മാറ്റമുണ്ടാവും, അതുപോലെ ഡ്യൂട്ടിയിലും വ്യത്യാസമുണ്ടാകും. ദെൻ ഫിഫ്ത്ത് വൺ, കൗണ്ടർ വയലിംഗ് ഡ്യൂട്ടി. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ സർട്ടൈൻ ഇമ്പോർട്ട് വെർ ഇറ്റ് ഈസ് ബീയിങ് സബ്സിഡൈസ്ഡ് ബൈ എക്സ്പോർട്ടിംഗ് ഗവൺമെൻറ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി മറ്റൊരു രാജ്യത്തേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ കയറ്റി അയക്കുന്നു എന്ന് കരുതുക. സോ ആ എക്സ്പോർട്ടിംഗ് കൺട്രി, ആ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന ആ രാജ്യം, ഏത് രാജ്യത്തു നിന്നാണോ ആ കമ്പനി കയറ്റുമതി ചെയ്യുന്നത് ആ രാജ്യം ആ കമ്പനിക്ക് സർട്ടൈൻ സബ്സിഡീസ് കൊടുത്തെന്ന് വിചാരിക്കുക. ഓൺ എക്സ്പോർട്ടിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, സർട്ടൈൻ സബ്സിഡി കൊടുത്താൽ എന്ത് സംഭവിക്കും, ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ എന്ത് ചെയ്യും, മാറ്റമുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ആസ് എ റിസൾട്ട് ഓഫ് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇമ്പോർട്ട്സ് ബിക്കം മോർ ചീപ്പർ ദാൻ ഡൊമസ്റ്റിക് ഗുഡ്സ്. തദ്ദേശീയ ഉൽപ്പന്നങ്ങളെക്കാളും ഇറക്കുമതിക്കായിരിക്കും എന്ത് ചെയ്യുക, വില കുറവ്, ചീപ്പറായിരിക്കും എന്നുള്ളതാണ്. ടു നള്ളിഫൈ ദിസ് എഫക്റ്റ് ഓഫ് സബ്സിഡി, ഈ സബ്സിഡിയുടെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ദിസ് ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ് ഇൻ അഡീഷൻ ടു നോർമൽ ഡ്യൂട്ടി. നോർമൽ ഡ്യൂട്ടിക്കുള്ള അഡീഷനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തതാണ് റവന്യൂ താരിഫ് എന്നുള്ളത്. എ താരിഫ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് റവന്യൂ ടു ദ ഹോം ഗവൺമെൻറ് ഈസ് കോൾഡ് റവന്യൂ താരിഫ്. ഹോം ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന താരിഫാണേത്, റവന്യൂ താരിഫ് എന്നുള്ളത്. ജനറലി എ താരിഫ് ഈസ് ഇമ്പോസ്ഡ് വിത്ത് എ വ്യൂ ഓഫ് ഏർണിംഗ് റവന്യൂ ബൈ ഇമ്പോസിംഗ് ഡ്യൂട്ടി ഓൺ കൺസ്യൂമർ ഗുഡ്സ്, particularly on luxury goods whose demand from the rich is inelastic. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള റവന്യൂ താരിഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, ലക്ഷറി ഗുഡ്സിൻ്റെ മുകളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. കാരണം അവിടെ
ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. അതാണ് പ്രധാനപ്പെട്ടൊരു കാരണം. Then seventh one, anti-dumping duty. At times the exporters attempt to capture foreign market by selling goods at rock bottom prices. Such practice is called as dumping. As a result of dumping, domestic industries find it difficult to compete with imported goods. To offset anti-dumping effect, duties are levied in addition to normal duty. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്നു, ഡംപ് ചെയ്യുക, ഫോറിൻ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങളെ വളരെ കുറഞ്ഞ വിലയിൽ എന്ത് ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക, അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഡംപിങ് ഉണ്ടാകുന്ന സമയത്ത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ടഡ് ഗുഡ്സുമായി കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെ ഡംപിങ്ങിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡംപിങ്ങിലൂടെ ഉണ്ടാകുന്ന ആ ചീപ്പ് റേറ്റിനെ അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്യൂട്ടീസ് ആർ ലെവീഡ് ഇൻ അഡീഷൻ ടു നോർമൽ ഡ്യൂട്ടി. സാധാരണ ഡ്യൂട്ടിയേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നു, ആ കമ്പനിയിൽ നിന്ന് ആരാണോ എക്സ്പോർട്ടർ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങും. ദെൻ പ്രൊട്ടക്റ്റീവ് താരിഫ്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് industries from stiff competition on imported goods, protective tariff is levied on import. തദ്ദേശീയ സ്ഥാപനങ്ങളെ, വ്യവസായങ്ങളെ സ്റ്റിഫ് കോമ്പറ്റീഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റീവ് താരിഫ് ഉപയോഗപ്പെടുത്തുന്നു. നോർമലി എ വെരി ഹൈ ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു, വളരെ വലിയ ഒരു ചുങ്കം അല്ലെങ്കിൽ നികുതിയാണ് എന്ത് ചെയ്യുക, ഇവിടെ ചുമത്തുന്നത്. സോ ആസ് ടു ദെയർ ഡിസ്കറേജ് ഇമ്പോർട്ട്സ്, ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഇറക്കുമതിയെ ഡിസ്കറേജ് ചെയ്യാനും ഇമ്പോർട്ട് കൂടുതൽ എക്സ്പെൻസീവ് ആണെന്ന് വരുത്തി തീർക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് താരിഫ് ഓൺ ദ ബേസ് ഓഫ് ട്രേഡ് റിലേഷൻഷിപ്പ്. ട്രേഡ് റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ താരിഫിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സിംഗിൾ കോളം താരിഫാണ്. Tariff rates are fixed for various commodities and the same rates are charged on import from all the countries. Same rate. Second one, double column tariff. Here two rates of tariff on all or some commodities are fixed. Triple column ആണ് മൂന്നാമത്തത്. Here three rates are fixed. General rate, international rate, preferential rate എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. Then next, non-tariff barriers. It's a type of trade barriers other than tariff barriers. A non-tariff barriers is any barrier other than tariff barrier that raises an obstacle to free flow of goods in overseas market. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരു തടസ്സമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തിന്? ടു ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ഇൻ ഓവർസീസ് മാർക്കറ്റ്. വിദേശ കമ്പോളത്തിൽ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങളുടെ ഫ്രീ ഫ്ലോ, അല്ലേ, ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുക, അല്ലേ, യാതൊരു വിധത്തിലുള്ള പ്രതിബന്ധങ്ങളുമില്ലാതെ ഫ്ലോ ചെയ്യുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനൊരു തടസ്സമായിട്ടാണ് നോൺ താരിഫ് ബാരിയേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് ഡു നോട്ട് അഫക്റ്റ് ദ പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇതൊരിക്കലും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയെ ബാധിക്കുന്നതല്ല. താരിഫ് ബാരിയേഴ്സ് ആർ അഫക്റ്റ് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, ബട്ട് ഇൻ ദി കേസ് ഓഫ് നോൺ താരിഫ് ബാരിയേഴ്സ് it do not affect the price of the imported goods. It affects in the quality and quantity of the goods. ഇതെന്തിനെയാണ് ബാധിക്കുന്നത്? ക്വാളിറ്റിയെയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയെയുമാണ്. ഇറക്കുമതിയുടെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയുമാണ് ഇത് ബാധിക്കുന്നത്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട നോൺ താരിഫ് ബാരിയേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൈസൻസസ്. License is granted by the government and allows the importing of certain goods to the country. So licensing വളരെ പ്രധാനപ്പെട്ടതാണ്. Licensing is required for importing certain goods to the country. It is also a non-tariff barrier. Then the second one, voluntary export restraints. These type of barriers are created by the exporting country rather than importing country. Importing country അല്ലാതെ എക്സ്പോർട്ടിംഗ് കൺട്രി തന്നെ ചില
ട്രേഡ് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് കരുതാം. ദീസ് റിസ്ട്രെയിൻസ് ആർ യൂഷ്വലി ലിവിഡ് ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടിംഗ് കമ്പനി. ഇമ്പോർട്ടിംഗ് കമ്പനിയുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യം റിസ്ട്രെയിൻസ് എന്ത് ചെയ്യുന്നത് തടസ്സം ഉണ്ടാക്കുന്നത്. പിന്നെ പറയുന്നു ബ്രസീൽ, അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രസീൽ ക്യാൻ റിക്വസ്റ്റ് കാനഡ ടു ഇമ്പോസ് VER വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ് ഓൺ എക്സ്പോർട്ട് ഓഫ് ഷുഗർ ടു ബ്രസീൽ, ആൻഡ് ദിസ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻ ബ്രസീൽ ആൻഡ് പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഷുഗർ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, അടുത്താണ് അതിൽ വരുന്ന ക്വാട്ടാസ് എന്ന് പറയുന്ന ഭാഗം. Under this system, a country may fix in advance the limit of import of quantity of a commodity that would be permitted for import from various countries during a given period. ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇറക്കുമതിക്ക് ഒരു നിശ്ചിത ലിമിറ്റ് വെക്കുന്നതാണെന്ത് ഈ പറയുന്ന ക്വാട്ട സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ദി ഫോളോയിങ് കാറ്റഗറി. അതിനെ തന്നെ വിവിധ തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് താരിഫ് ഓർ കസ്റ്റംസ് കോട്ട എന്നുള്ളത്. സെർട്ടൻ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ട്സ് ആർ അലൗവ്ഡ് അറ്റ് എ ഡ്യൂട്ടി ഫ്രീ ഓർ അറ്റ് എ റിഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. എ താരിഫ് കോട്ട ദെർഫോർ കമ്പൈൻ ദി ഫീച്ചേഴ്സ് ഓഫ് താരിഫ് ആൻഡ് ഇമ്പോർട്ട് കോട്ട. താരിഫ് കോട്ടയുടെ പ്രത്യേകത എന്താണ്? സെർട്ടൻ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി, നിശ്ചിത അളവിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ട്, ഇറക്കുമതിയുടെ നിശ്ചിത അളവിലുള്ള സാധനം, നിശ്ചിത ക്വാണ്ടിറ്റി, നിശ്ചിത അളവിലുള്ള സാധനം അലൗവ്ഡ് അറ്റ് എ ഡ്യൂട്ടി ഫ്രീ. ഒന്നുകിൽ എന്ത് ചെയ്യും, ഇമ്പോർട്ടിംഗ് കൺട്രി എന്ത് ചെയ്യുന്നു, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊടുക്കും, അതിന് ചുങ്കൊന്നുമില്ല, ടാക്സ് ഒന്നുമില്ല. ഓർ അറ്റ് എ റിഡ്യൂസ്ഡ് റേറ്റ്, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ നിരക്കിൽ കൊടുക്കും. ഇതാണിത് താരിഫ് കോട്ട എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് യൂണിലാറ്ററൽ കോട്ട. The total import quantity is fixed without prior consultation with exporting country. കയറ്റുമതി രാജ്യങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷനുമില്ലാതെ ടോട്ടൽ ഇമ്പോർട്ട് ക്വാളിറ്റി എന്ത് ചെയ്യുന്നു, നേരത്തെ ഫിക്സ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അതാണ് എന്ത് പറയപ്പെടുന്നത്, ഈ പറയുന്ന യൂണിലാറ്ററൽ കോട്ട എന്നുള്ളത്. ദാറ്റ് മീൻസ് എക്സ്പോർട്ടിംഗ് കൺട്രീസ് നോട്ട് ഇൻ ആക്റ്റീവ് ഇൻ ദിസ് സിറ്റുവേഷൻ. എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഇതിൽ പങ്കെടുക്കുന്നില്ല. എന്ത്, ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്ന സമയത്ത്. അതാണ് ഇത് പറയുന്നത്. സോ ഒരു യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ വൺ കൺട്രി, ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി മാത്രമേ അവിടെയുള്ളൂ. പിന്നെയുള്ളതാണ് ബൈലാറ്ററൽ കോട്ട എന്നുള്ളത്. ഹിയർ കോട്ടാസ് ആർ ഫിക്സഡ് ആഫ്റ്റർ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദി കോട്ട ഫിക്സിങ് ഇമ്പോർട്ടിംഗ് കൺട്രി ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രി. എക്സ്പോർട്ടിംഗ് കൺട്രിയും ഇമ്പോർട്ടിംഗ് കൺട്രിയും വിലപേശലൊക്കെ നടത്തി, ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം ഫിക്സ് ചെയ്യുന്ന കോട്ടാസാണ് ഇത് ബൈലാറ്ററൽ കോട്ട എന്നുള്ളത്. പിന്നീട് വരുന്നതാണ് ലാറ്ററൽ കോട്ട. എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ക്യാൻ കം ടുഗെദർ ആൻഡ് ഫിക്സ് കോട്ടാസ് ഫോർ ഈച്ച് കൺട്രി. ഒരു കൂട്ടം രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ രാജ്യത്തിനും എന്ത് ചെയ്യുന്നു, വേണ്ട കോട്ടാസ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ദി ഫോർത്ത് വൺ, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. ഇയർ ദ ഇമ്പോർട്ടിംഗ് കൺട്രി ഇമ്പോർട്ട്സ് സം സ്റ്റാൻഡേർഡ്സ് ഫോർ ഗുഡ്സ്. ദ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് മെറ്റ്, ദ ഗുഡ്സ് ആർ റിജക്റ്റഡ്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾക്ക് ചില നിശ്ചിത നിലവാരം ചുമത്തുന്നു, വേണമെന്ന് പറയുന്നു. ഈ ദ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് മെറ്റ്, സ്റ്റാൻഡേർഡ്സ് ആ നിലവാരം ഇമ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കില്ല എങ്കിൽ ദ ഗുഡ്സ് ആർ റിജക്റ്റഡ്, ആ ഗുഡ്സ് എന്തെങ്കിലും റിജക്റ്റ് ചെയ്യപ്പെടും. എക്സ്പെഷ്യലി ദ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് പരിഗണിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഡൊമസ്റ്റിക് കണ്ടൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ് അടുത്തത്. ഗവൺമെൻറ് ഇമ്പോസ് ഡൊമസ്റ്റിക് കണ്ടൻറ്റ് റിക്വയർമെൻറ്റ്സ് ടു ബൂസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രോഡക്റ്റ് ലേബലിംഗ്. Certain nation insist on a specific labeling of the products. ലേബലിംഗ്, ഉൽപ്പന്നത്തിന് മുകളിൽ ലേബൽ ചെയ്യുക, പാക്കിൻ്റെ മുകളിൽ ലേബൽ ചെയ്യുക, വിവരങ്ങൾ കൊടുക്കുന്നതിന് ചില പ്രൊഡക്റ്റ് ലേബലിങ്ങുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, യൂറോപ്യൻ യൂണിയൻ ഇൻസിസ്റ്റ് ഓൺ പ്രൊഡക്ട്സ് ലേബലിംഗ് ഇൻ മേജർ ലാംഗ്വേജസ് ഇൻ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിൽ എന്ത് ചെയ്യണം, ഭൂരിഭാഗം ഭാഷയിൽ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിൽ ലേബൽ ചെയ്യണം എന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട്. പിന്നെ വരുന്ന പാക്കേജിംഗ് റിക്വയർമെൻറ്റ്സ് ആണ് അടുത്തത്.
Certain nations insist on a particular type of packaging material. For example, European Union insists on recyclable packing materials, otherwise imported goods may be rejected. വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് മേ റിജക്റ്റഡ്. പിന്നീട് വരുന്നതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. The importer has to ensure the adequate foreign exchange in available for import of the goods by obtaining a clearance from exchange control authorities prior to the concluding contract with supplier. ഇവിടെ എന്ത് ചെയ്യണം, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ എല്ലാം പാലിച്ചിരിക്കണം. അതുപോലെ സ്റ്റേറ്റ് ട്രേഡിംഗ്. ഇൻ സം കൺട്രീസ് ലൈക്ക് ഇന്ത്യ certain items are imported and exported only through canalizing agencies like MMTT, മിനറൽസ് ആൻഡ് മെറ്റൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ട്രേഡിംഗ് വളരെ പ്രധാനപ്പെട്ടാണ്. ദ നെക്സ്റ്റ് വൺ, എംബാർഗോ. പാർഷ്യൽ ഓർ കംപ്ലീറ്റ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡ് വിത്ത് എനി പർട്ടിക്കുലർ കൺട്രി മെയിൻലി ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ടെൻഷൻ. രാഷ്ട്രീയ കാരണങ്ങളാൽ എന്ത് ചെയ്യുക, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു രാജ്യവുമായിട്ടുള്ള ഇടപാടുകൾക്ക്, വ്യവസായങ്ങൾക്ക്, വ്യാപാരങ്ങൾക്ക് എന്ത് ചെയ്യുക, തടസ്സം വരുത്തുകയാണെങ്കിൽ അതാണ് ഈ പറയുന്നത്. അതർ NTBs ആർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളുടെ സേഫ്റ്റി അതുപോലെ ഹെൽത്ത് കാര്യങ്ങൾ വളരെയധികം എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ മാനുഫാക്ചർ കാർസ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സേഫ്റ്റി പലപ്പോഴും പിറകിലാണ് ഉണ്ടാവുക. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതൊരു നോൺ ട്രേഡ് ബാരിയറാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ഫോർമാലിറ്റീസ്, എൻവയോൺമെൻറ്റ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ട്രേഡ് ബാരിയേഴ്സ്, താരിഫ് ബാരിയേഴ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.